മനോജന്റെ ഏരിയ എന്താ കഥ പറച്ചില്? മനോജിന്റെ കഥ പറച്ചിൽ എന്ന് പറയുന്നത് അവൻ പബ്ലിക്കായിട്ട് അങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് അങ്ങനെ കഥയൊന്നും പറയുന്ന ആളല്ല. അല്ലെ പിന്നെ അവന് പറ്റുന്ന എന്നോട് പറഞ്ഞിട്ടുണ്ട് ചിലമ്പലിക്കാരന്റെ അതൊക്കെ പറഞ്ഞു. അത് ഞാനോട്ടിരിക്കാൻ പറയും. അവൻ അങ്ങനെ സിങ്ക് ആയിട്ടുള്ള ആളുകൾ വേണം. ഇപ്പൊ ഞാനും അവനോട് നല്ല സിങ്കാണ്. അങ്ങനെയുള്ള ആളെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ കഥ പറയാൻ എടുക്കണം. അല്ലാതെ ഒരു കഥ പറയാൻ വേണ്ടി മനോജ് പറയില്ല. അപ്പൊ മുകേഷ് ഏട്ടന്റെ ഏരിയ ആയിട്ട് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? നമ്മള് നടന്ന സംഭവം പിക്ചറൈസ് ചെയ്യും. മുകേഷ് ഏട്ടനാണ് പറയുന്നതെങ്കിൽ കഥ പറയും. നമ്മൾ അതിലോട്ടങ്ങ് ചെല്ലും. ഇങ്ങനെ സംഭവം നടന്നതായിട്ട് നമ്മളങ്ങ് വിശ്വസിക്കും. ആ രീതിയിൽ അവതരിപ്പിക്കും. ഇപ്പൊ ഉള്ള ഒരുപാട് കഥ പറച്ചിലുകാരുണ്ട് മലയാള സിനിമയിൽ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ബേസിൽ നന്നായിട്ട് കഥ പറയുന്നുണ്ട്, ധ്യാൻ ചേട്ടൻ നന്നായിട്ട് കഥ പറയുന്നുണ്ട്, നസ്രീനും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കഥ പറയുന്നുണ്ട്. കേട്ടിട്ടില്ല. ഇപ്പൊ ഈ 3 പേരിലെ വിന്റേജ് ബൈച്ചേട്ട ഒരു സ്വഭാവം ഉണ്ട് തോന്നിയിട്ടുള്ള കഥ പറച്ചിലുകാരൻ ആരാണ്? ധ്യാനായിരിക്കും. ധ്യാനിൽ പണ്ടത്തെ ബൈച്ചേട്ടന്റെ ഫ്ലേവർ കൂടെ ഉണ്ട്. എന്റെ ഫ്ലേവർ ഒന്നുമല്ല, അവന്റെ ഫ്ലേവർ ഭയങ്കരമാണ്. ഞാനൊക്കെ ഒരു അംശമേ ഉള്ളതിന്റെ.